പാഠം 190. മോഹങ്ങൾ അതിരുവിടുമ്പോൾ. ഈശ്വര, നീ ഇന്ന് ഓഫീസ് പോകുന്നില്ലേ? രാവിലെ മുതൽ ചുറ്റിത്തിരിഞ്ഞിറങ്ങാനല്ലോ. ഒരാഴ്ചത്തെ കൊലക്കേസിന്റെ വിചാരണ കൊണ്ട് ഞാനൊരു പരുവായി മോഹനേട്ടാ. സത്യത്തിൽ ഈ വക്കീലാൻ പോയപ്പോ വല്ല വില്ലേജ് ഓഫീസറും ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു. വില്ലേജ് ഓഫീസർ എന്നാ കുട്ടികളിന്നതിന്റെ വിചാരം? എടീ, നിനക്കൊക്കെ ആരോടും ഒരു സമാധാനവും പറയേണ്ട കാര്യമില്ല. പക്ഷെ വില്ലേജ് ഓഫീസർമാർക്കോ സർക്കാരോട് സമാധാനം പറയണം, പൊതുജനത്തോട് സമാധാനം പറയണം. ശരി 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 അങ്ങനെ ഒരുപാട് സമാധാനം പറയാനുള്ള വില്ലേജ് ഓഫീസർ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഞാൻ ഇന്നിവിടെ ഇരുന്ന് എന്റെ മോഹനേട്ടന് കഴിക്കാൻ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കാൻ പോവാ. അതെന്താ നിനക്ക് പെട്ടെന്ന് എന്നോടൊരു സ്നേഹം? സ്നേഹം പെട്ടെന്നല്ലോ, പണ്ടേ ഉള്ളതല്ലേ. അത്രേ സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പഴഞ്ഞ വില്ലേജ് ഓഫീസറെ കളഞ്ഞ് എന്റെ പാട് നോക്കി പോവില്ലായിരുന്നു. അവരോടൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെ പോലെ ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ഒരു ഭാര്യ, മോഹനേട്ടനെ പോലെ സുന്ദരനാണ്, ചെറുപ്പക്കാരനുമാണ്. പക്ഷെ ഈ വളകാലം കൊടയും ബാഗും 3 പേർക്കിടാൻ പാകത്തിനുള്ള ഈ ഷർട്ടും ഒക്കെ ഇട്ട് നടന്നിട്ടും ഞാൻ വല്ല സ്നേഹക്കുറവും കാണിച്ചോ? അപ്പോ ഇടുന്ന വേഷത്തിനനുസരിച്ചാണ് സ്നേഹം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയും നിന്ന് തർക്കിക്കാതെ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഒരു ദിവസമെങ്കിലും രാവിലെ വഴക്കുണ്ടാക്കാതെ പോയി ശീലമില്ലല്ലോ. ഇന്ന് ഞാൻ വഴക്കിനില്ല. ശരി, അപ്പോ വൈകിട്ടത്തേക്ക് നീ എന്താ ഉണ്ടാക്കുന്നത്? അതൊക്കെ തിരിച്ചു വരുമ്പത്തേക്കും കണ്ടാ മതി. എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ശരിക്കൊന്ന് ഉറങ്ങണം. ആ കേസ് പഠിച്ചതിന്റെ ബാധിച്ചതിന്റെ ഒക്കെ ക്ഷീണം മാറണ്ടേ? ശരി, അപ്പൊ നീ ഉറങ്ങ്, ഞാൻ ഇറങ്ങാം. അങ്ങനെ ആദ്യമായിട്ട് വില്ലേജ് ഓഫീസർ വഴക്കുണ്ടാക്കാതെ വീട്ടിൽ നിന്നിറങ്ങി. ഹലോ, അതെ. ഇല്ല, ഇന്ന് ഞാൻ ഓഫീസിലില്ലായിരുന്നു. ഏയ് ഒന്നുമില്ല, താജുദ്ദീൻ വധക്കേസിലെ വിചാരണ കുറച്ച് കടുപ്പമായിരുന്നു. ശരിക്കും മെനക്കെട്ടു. വിധി പറയാൻ വെച്ചിരിക്കുക. ഏയ് എന്തായാലും 2 ദിവസത്തേക്ക് ഞാൻ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. മോഹനേട്ടന് നല്ലതുപോലതും വെച്ചുണ്ടാക്കി കൊടുക്കാലോ. ആരോ വന്നിട്ടുണ്ട് രാധിക, ഞാൻ പിന്നീട് വിളിക്കാട്ടോ. ആരാ? എന്റെ പേര് ഉസ്മാൻ. ഇത് വില്ലേജ് ഓഫീസർ മോഹനേഷൻ സാറിന്റെ വീടല്ലേ? അതെ. മോഹനേട്ടൻ ആഫീസിൽ പോയിരിക്കുകയാണല്ലോ. ഞാൻ മസ്കറ്റിലെ ജോലി ചെയ്യുന്നേ. മോഹനേഷൻ സാറിന്റെ കൂടെ പഠിച്ച അരുൺകുമാറും ഞാനും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നേ. എനിക്കറിയാം അരുൺകുമാറിനെ. മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരൻ വാങ്ങിയ ഒരു ഭൂമിയുടെ പോക്കുവരവ് നടത്തി തന്നിട്ടുണ്ടല്ലേ? അതെ. മോഹനേഷൻ സാർ വിചാരിച്ചതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്നാ അരുൺകുമാർ പറഞ്ഞത്. ഞാൻ നാട്ടിലേക്ക് പോന്നപ്പോ മോഹനേഷൻ സാറിന് കൊടുക്കാൻ പറഞ്ഞ് തന്നയച്ചതാ. ഓ ശരി. ഉസ്മാൻ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ട, ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാ. ഞാൻ വന്നു സാറിനോട് പറഞ്ഞാ മതി. ഓ ശരി. കൊള്ളാലോ, കൂട്ടുകാരന്റെ വസ്തു പോക്കുവരവ് ചെയ്ത് കൊടുത്തതിനുള്ള പ്രതിഫലം. വില്ലേജ് ഓഫീസർ ഇങ്ങോട്ട് വരട്ടെ. കാശായിട്ട് വാങ്ങുന്നത് മാത്രമല്ലല്ലോ കൈക്കൂലി. ഇതെന്താന്നൊന്ന് നോക്കിയാലോ. ശരി, ഇതെങ്ങനെ പൊട്ടിക്കും? ഈശ്വരാ, ജീൻസോ? അടിപൊളി. ഇതെന്താണാവോ? ഷർട്ട്. ഷൂസ്. കൊള്ളാം.
വില്ലേജ് ഓഫീസർക്കുള്ള സമ്മാനം കൊള്ളാം. അപ്പോ ആത്മാർത്ഥ സ്നേഹിതനായ അരുൺകുമാറിന് മോഹനകൃഷ്ണൻ സാറിന്റെ സ്വഭാവം തീരെ അറിഞ്ഞൂടാ. ഇതിനി എന്ത് ചെയ്യാനാണോ എന്തോ. വെറുതെയായി പോയി അരുൺകുമാറേ, എല്ലാം വെറുതെയായി. ഭാമേ, യോ ബെൽറ്റ് ഉണ്ടോ? എന്തായത്? ഷൂസ്, പാന്റ്, ഷർട്ട്, ബെൽറ്റ്. എന്തായത്? ഇത് ആരുടെയാ? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? എന്റെ പുതിയ കാമുകന് കൊടുക്കാനായി ഞാൻ വാങ്ങിയതാ. എങ്ങനെയുണ്ട് മോഹനേട്ടാ? കാമുകനോ? ഏത് കാമുകൻ? അതറിഞ്ഞൂടെ? എനിക്കൊരുപാട് കാമുകന്മാരുണ്ട്. അതിലൊരുത്തൻ പറഞ്ഞു അവനൊരു ഷർട്ടും പാന്റും ഷൂസും വാങ്ങിച്ചു കൊടുക്കണമെന്ന്. ചോദിച്ചതല്ലേ, വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാനും കരുതി. ഭാമേ, നീ കാര്യം പറയും. ഇത് എവിടെ നിന്ന് വാങ്ങി? എത്ര രൂപ കൊടുത്തു? ഓ, അപ്പൊ രൂപ കൊടുത്താണ് കാര്യം, അല്ലാതെ ഇത് വാങ്ങിയതല്ല. ഭാമേ, എന്റെ പൊന്നെ, ഇനി അതിന് വലിയ വഴക്കുണ്ടാകണ്ട. ഇത് സാറിനുള്ള കൈക്കൂലിയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു വസ്തു പോക്കുവരവ് ചെയ്തു കൊടുത്തതിന്റെ പ്രതിഫലം. കൈക്കൂലിയോ? ആരാ കൊണ്ടുവന്നത്? മോഹനകൃഷ്ണന് കൈക്കൂലി തരാൻ മാത്രം ധൈര്യമുള്ള ആരാത്? അവൻ ആരായാലും ശരി, ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോലീസുകാര് മസ്കറ്റ് വരെ പോകേണ്ടി വരും മോഹനേട്ടാ. മസ്കറ്റിലോ? മസ്കറ്റിലുള്ള മോഹനേട്ടന്റെ കൂട്ടുകാരൻ അരുൺകുമാർ കൊടുത്തയച്ചതാണിത്. ഒരാൾ ഇവിടെ കൊണ്ടു തന്നിട്ട് പോയി. അരുൺകുമാർ എന്തിനാ എനിക്ക് കൈക്കൂലി തരുന്നത്? അവന്റെ അപേക്ഷ വളരെ കൃത്യമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പോക്കുവരവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എന്റെ പൊന്നെ, കൈക്കൂലിന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്തായാലും കൂട്ടുകാരന് അരുൺകുമാർ കൊടുത്തുവിട്ട സമ്മാനം കൊള്ളാം. ഇതാരോട് മോഹനേട്ടാ? ഇതാർക്കെങ്കിലും കൊടുത്തേക്ക്. ശേ, സമ്മാനം കിട്ടിയ സാധനം വേറെ ആർക്കെങ്കിലും കൊടുക്കുവോ? മോശമല്ലേ അത്? ആർക്കും കൊടുക്കാതിരുന്ന ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതെ പോവില്ലേ? മോഹനായിട്ട് ഇതങ്ങ് ഇട്ടാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വന്നേ. എന്താ ഇത്? നിന്റെ അച്ഛനോടെ കൊടുത്താൽ മതി. അഹങ്കാരി. അച്ഛനത് ഭാഗമാകോ? ഇല്ല. മോഹനേട്ടാ, എന്തെങ്കിലും പറയുമ്പോ ദേഷ്യപ്പെട്ടിട്ടോ എന്റെ അച്ഛനെ വിളിച്ചിട്ടോ ഒരു കാര്യമില്ല. മോഹനേട്ട ഒരു ദിവസം ആ ഷർട്ടും പാന്റും ഇട്ടാൽ എന്താ? ഞാൻ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ ഷർട്ടും പാൻസും ഇടാൻ എന്താ കുഴപ്പം? നടക്കും. എന്താ നടക്കാത്തത്? കേരളത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരിൽ 95% ഷർട്ടും പാന്റുമാണ് ഇടുന്നത്. മോഹനേട്ടന് മാത്രം എന്താ ഇത്ര വ്യത്യാസം? എടി, ഷർട്ടും പാൻസും ഇടുന്നവർ അതിട്ടോട്ടെ. ഞാൻ മുണ്ടും ഷർട്ടും ഇടൂ. അതെന്റെ സ്വാതന്ത്ര്യം. അങ്ങനെയാണല്ലോ. അതെ. ഉറപ്പ്? എന്താ സംശയം? ഉറപ്പ്. അപ്പോ എനിക്കിഷ്ടമുള്ളത് ഇടാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ഉണ്ട്. കഴിഞ്ഞ 4 കൊല്ലമായി ഞാൻ സാധാ ചുരിദാറും സാരി ഇട്ട് നടക്കുന്നു. എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ നല്ല ഫാഷൻ ഡ്രസ് ഇട്ട് നടക്കുന്ന കാണുമ്പോ എനിക്ക് കൊതിയായിട്ട് വയ്യ. എല്ലാരും ചോദിക്കും, ഭാമേ, ഈ പ്രായത്തിലല്ലേ ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ നടക്കാൻ പറ്റൂ? നീ ഇങ്ങനെ പഴഞ്ചനായിട്ട് നടക്കുന്ന എന്താന്ന്? നീ ഇടുന്ന ചുരിദാറിനൊക്കെ ഇപ്പൊ എന്താ കുഴപ്പം? നല്ല ശല. മോഹനേട്ടൻ അതൊന്നും മനസ്സിലാവില്ല. ജാമ്പവാന്റെ കാലത്തുള്ള വേഷവും വളകാലം കൊടയും ഒരു പഴഞ്ച ബാഗും തൂക്കി നടക്കുന്ന മോഹനേട്ടന് ഫാഷൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാവില്ല. എനിക്ക് വലിയ മോഹമുണ്ട് ഫാഷൻ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ. പക്ഷെ മോഹനേട്ടൻ സമ്മതിക്കില്ലല്ലോ. മോഹനേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ ഈ പഴഞ്ച വേഷം ഇട്ട് നടക്കുന്നു. പക്ഷെ എന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ദിവസം പാന്റ് ഷർട്ട് ഇടാൻ മോഹനേട്ടന് വയ്യ. നടക്കില്ല. ഇത് വാശിയാണ് മോഹനേട്ട. ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് പാന്റും ഷൂസും ഒക്കെ വാങ്ങാൻ കാശ് മുടക്കാൻ കഴിയാത്തന്റെ പിശുക്കായിരിക്കുന്ന.
പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വാശിയാണെന്ന്. ശരി, അപ്പൊ ഇനി എനിക്കും എന്റെ വാശി. നാളെ ഒരു ദിവസമെങ്കിലും മോഹനേട്ടൻ ആ വേഷത്തിൽ പുറത്തു പോയില്ല എങ്കിൽ ഞാനും എന്റെ ഇഷ്ടത്തിന് ഡ്രസ് വാങ്ങിച്ചോളാം. അത് വിട്ടുകൊണ്ട് ഞാൻ പുറത്തു പോകും. അതെന്തൊക്കെയായിരിക്കുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ചിലപ്പോ ഇങ്ങോട്ട് നോക്കി ഇത്ര ഉറങ്ങു കുറഞ്ഞതായിരിക്കും, കൈയില്ലാത്തതായിരിക്കും, പിന്നെ ഏതൊക്കെ തരത്തിൽ വൃത്തികേടാക്കാൻ പറ്റുന്നതാണോ അതൊക്കെ ആയിരിക്കും. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് മോഹനേട്ടന്റെ സമ്മതം ആവശ്യമില്ല. പിന്നെ ഫാഷൻ ഡ്രസ് ഇടുന്നതിൽ നിന്നും എന്നെ ബലം പ്രയോഗിച്ച് തടയാനാണ് പരിപാടിയെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോവും. പറഞ്ഞത് മനസ്സിലായല്ലോ വില്ലേജ് ഓഫീസർക്ക്? നാളെ ഒരു ദിവസം മോഹനേട്ടൻ പാന്റും ഷർട്ട് വിട്ട് ആഫീസിൽ പോയേ പറ്റൂ. ഇല്ലെങ്കിൽ മോഹനേട്ടന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇത് സത്യഭാമയുടെ വാക്കാ. ഹലോ, അതെ ഉത്തമനാണ്. എന്തോക്കില്ലേ രാവിലെ? എന്താ സംഭവം എന്ന് പറയേ. ഇപ്പഴാ? ശരി ഞാൻ വരാം. ഇത്ര രാവിലെ വക്കീൽ വിളിച്ച് അങ്ങോട്ട് ചെല്ലണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. എന്തായിരിക്കും? പോയി നോക്കാം. എന്താ വക്കീല്? ഉത്തമൻ വരുന്ന വഴിക്ക് കാക്ക വലുത് മലർന്നു പറക്കുന്ന കണ്ടിരുന്നു. കാക്ക മലർന്നു പറന്നു. എന്തുവാ? ഉത്തമൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കാണാത്തതായിരിക്കും. വാ, ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണിച്ചു തരാം. എന്തുവാണെന്ന് പറ വക്കീലെ. വാ ഉത്തമ. എന്താണെന്ന് പറ വക്കീലെ. നിക്ക്, ആ വാതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ വാതിലിന് എന്താ പ്രശ്നം? ഇപ്പോൾ ആ വാതിലുകൾ തുറക്കപ്പെടും. അപ്പോൾ ഉത്തമൻ കാണാൻ പോകുന്നത് ഒരു മഹാ അത്ഭുതമാണ്. അതാര്? എന്താ ഈശ്വരാ, ഇത് മോനേഷ് സാറല്ലേ? സാർ എന്തു പറ്റി? എങ്ങനെയുണ്ട് ഉത്തമ? അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല വക്കീലെ. അതായത് മോഹനേട്ടന്റെ ഒരു കൂട്ടുകാരൻ മസ്കറ്റിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു പാന്റ് ഷർട്ടുവാ. ഇതിടാൻ പറഞ്ഞിട്ട് മോഹനേഷ് സാർ സമ്മതിച്ചില്ല. ഒടുവിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഭീഷണിപ്പെടുത്തിയതിന്റെ ഗുണമാണ് ഇപ്പൊ കാണുന്നത്. എന്നാലും വക്കീലെ, ഉത്തമനെ ഒന്നും പറയണ്ട. ഇത് നല്ലതാണോ അല്ലയോ എന്ന് പറഞ്ഞാ മതി. അങ്ങനെ ചോദിച്ചാ ഒന്നും പറയണ്ട, വേണ്ട. മോഹനേട്ടാ ഗംഭീരമായിട്ടുണ്ട്. ഇത്രയ്ക്ക് സുന്ദരനായ എന്റെ മോഹനേട്ടനെന്ന് ഞാനിപ്പോഴറിയുന്നത്. ഇനി ഇത് വിട്ട് ധൈര്യമായിട്ട് ആഫീസിൽ പോവാം. ആഫീസിലാ? എന്താ ആഫീസിൽ പോയാല്? ഇന്നിങ്ങനെ അടിപൊളിയായിട്ട് വില്ലേജ് ഓഫീസിൽ പോകുന്നുള്ളൂ. നാട്ടുകാരൊന്ന് കാണട്ടെ എന്റെ മോഹനേട്ടൻ അടിപൊളിയാണെന്ന്.